ശരത്തേട്ടാ, ശശി തരൂരാണിപ്പോൾ സംസാര വിഷയം. ലോകം മൊത്തം ശശി തരൂരിനെ വാഴ്ത്തുന്നു. ശശി തരൂരിൻ്റെ ഇന്നലത്തെ പനാമയിലെ സ്പീച്ച് നമ്മളെല്ലാം കണ്ടതാണ്. വളരെ പക്വതയോടുകൂടി ഇന്ത്യ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഭരണ നേതൃത്വം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് പനാമയിൽ ശശി തരൂർ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഈ കാര്യങ്ങൾ, ശശി തരൂർ ഇത്ര വലിയ മനുഷ്യനായി ഉയരുന്നത്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു റോള് ചെയ്ത് ഉയർന്നു വരുന്നത് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വേണം പറയാൻ. അതിൻ്റെ ഒരു പൊട്ടിത്തെറി ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരത്തേട്ടൻ ആ വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നു? എന്താണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തലവേദന കോൺഗ്രസിനകത്ത് തന്നെയാണ്. അതായത് അവർക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. കാരണം ശശി തരൂരിനെ പോലെ ഒരാളെ വിട്ടുകളയണോ അതോ തങ്ങൾക്കൊപ്പം നിർത്തണോ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. ഇപ്പോൾ ഇവരുടെ പ്രശ്നം പ്രതിനിധി സംഘമായിട്ട് പോയതിൻ്റെ ഒരു അസൂയൊന്നുമില്ല. പക്ഷേ അവിടെ പോയിട്ട് മോദിയെ കുറിച്ച് പറഞ്ഞു. അവിടെ മോദി എന്നുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അവിടെ രാഷ്ട്രീയ കക്ഷികളില്ല. അതുപോലെ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിനകത്ത് പോലെ രാഷ്ട്രീയ ചർച്ചകൾ, അതിന് പുറത്ത് ദേശം അല്ലെങ്കിൽ രാജ്യം എന്നൊരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഓരോ പ്രസ്താവനകളും ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ഇതിനകത്ത് കുറ്റപ്പെടുത്താനാകില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം എന്തെന്നാൽ ശശി തരൂർ തിരിച്ചു വന്നിട്ട് നാട്ടിൽ തിരിച്ചു വരുമ്പോൾ കൃത്യമായ നടപടി എടുക്കണം. അതായത് ഒരു വിഭാഗം നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഒരു ശക്തമായ നടപടി ശശി തരൂരിന് എതിരെ എടുക്കണം. AICC അടക്കം അത് സമ്മർദ്ദമുണ്ട്. അതുപോലെ തന്നെ ഹൈക്കമാൻഡിനും അതേസമയം തന്നെ അത്തരത്തിലൊരു സമ്മർദ്ദമുണ്ട്. അതായത് ഹൈക്കമാൻഡിനും താല്പര്യമില്ല. ഹൈക്കമാൻഡ് പറയുന്നത് വെച്ചാൽ ശശി തരൂർ സ്വന്തം ഇഷ്ടത്തിന് നിലപാടുകൾ പറയുന്നത് അവരുടെ നിലപാടുകളല്ല. ശശി തരൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല പോകുന്നത്, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പ്രതിനിധി, അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതും കൂടെ ചിന്തിക്കണം. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയ പക്വതകൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാളുടെ നിലപാട് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതീതമല്ല, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ശശി തരൂർ എപ്പോഴും എല്ലാ കാലത്തും തൻ്റെതായ ഒരു വ്യക്തമായൊരു നിലപാട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് ഗുണകരമാകുന്ന എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും AICCക്ക് ഒരു അനക്കമില്ല. പക്ഷേ ഇവിടെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹം, സ്വന്തം പാർട്ടി തള്ളി രാജ്യത്തെ ഇത് അതിര് കടന്ന് സ്നേഹിക്കുന്നു. അത് വലിയ പ്രശ്നമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാജ്യത്തെ അമിതമായി സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മളെ സൈനികർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ദേശീയഗാനം ഏറ്റുചൊല്ലുകയാണെങ്കിൽ, അപ്പോൾ സംഖ്യപ്പട്ടം ചാർത്തുന്ന ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമ്മളെപ്പോഴും രാജ്യസ്നേഹിയായിരിക്കുക എന്നുള്ളതാണ്, രാഷ്ട്രീയങ്ങൾക്കും അപ്പുറം നമ്മൾ രാജ്യസ്നേഹിയായിരിക്കുകയാണ് ഏറ്റവും വലിയൊരു വ്യക്തിത്വം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതുപോലെ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് AICC വരുമ്പോൾ തിരിച്ച് ശശി തരൂർ വരുമ്പോൾ ഈ ഹൈക്കമാൻഡ് അടക്കം നടപടി എടുക്കുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എടുത്താൽ അത് കോൺഗ്രസിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാകുമെന്ന് പറയുള്ളൂ. ഇതേപോലെ തന്നെ ആളെ ഇനി കിട്ടാനൊന്നും പോണില്ല അവർക്ക്. അതാണ്. അല്ല, ഞാൻ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഇവിടെ കാണിക്കുന്നത് വളരെ അപക്വമായ ഒരു തീരുമാനം എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു രാഷ്ട്രത്തെ പറ്റി മറ്റൊരു രാജ്യത്ത് പോയി നടത്തുന്ന പ്രസംഗം, എനിക്ക് തോന്നുന്നില്ല BJP നേതാക്കൾക്ക് പോലും ഇത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു പ്രസംഗം നടത്താൻ പറ്റുമെന്ന്. കാരണം ആ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ അയൽവക്കത്തെ സുഹൃത്തുക്കൾ ഞങ്ങളെ പ്രകോപിപ്പിച്ചു, ഇന്ത്യയിലേക്ക് കടന്ന് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കടന്ന് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്നവരല്ല, പക്ഷേ ഞങ്ങൾക്ക് നേരെ വന്നാൽ, ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ സഹോദരിമാർക്കെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ അഴിച്ചുവിട്ടാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല, ശക്തമായി ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം രാജ്യസ്നേഹം ഉള്ളിൽ കൊണ്ടു നടന്നിട്ടാണ് അത്രയും വൈകാരികമായി അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് ഒരു പ്രസംഗം നടത്താൻ പറ്റുന്നതെന്ന്. ഇവിടെ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം, ഇത്രയും നല്ല ഒരു വ്യക്തിയെ ലീഡർഷിപ്പിൽ കോൺഗ്രസിന് ലഭിച്ചിട്ട് കോൺഗ്രസ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കോൺഗ്രസിന് വേണമെങ്കിൽ ഈ ശശി തരൂരിന്റെ ഈ പൊട്ടൻഷ്യലെ നല്ല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. കോൺഗ്രസിന്റെ വലിയ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഹൈക്കമാൻഡിൽ അടക്കം കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ മുഖമാക്കി മാറ്റാമായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസിൽ നിന്ന് തന്നെ തഴയുന്ന രീതിയിൽ അല്ലെങ്കിൽ നടപടിയെടുക്കുന്ന രീതിയിൽ, അതായത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി മറ്റ് രാജ്യത്ത് പോയി പുകഴ്ത്തി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാടെടുത്താൽ നാളെ ജനങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും നോക്കി കാണുക? ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ മതിപ്പില്ലാതേക്കാൻ ഈ ഒരു വിഷയത്തോടു കൂടി ഇടവരില്ലേ? അതെ, അവിടെ അതാണ് ആശിക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ രാഷ്ട്രീയ രീതിയിൽ നമ്മുടെ ഒരു പക്വത, രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള വാക്ക്.
അതായത് ശശി തരൂർ എപ്പോഴും കാണിക്കുന്നത് ആ രീതിയിലാണ്. നമ്മുടെ ഈ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിക്കുക. നമ്മളിവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇവിടെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എപ്പോഴും ഒരു കീഴ്വഴക്കമുണ്ട്. അതായത് അതനുസരിച്ച് എന്താ പറയുക, ഒരു ഫ്രെയിമുണ്ട്, അതുപോലെ പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ എല്ലാമായിരുന്നു ഗാന്ധി കുടുംബത്തിലായിരുന്നു. ഗാന്ധി കുടുംബത്തിൽ ഊന്നിയാണ് കോൺഗ്രസ് എന്നത് നിന്നത്. അത് മാറ്റാനൊരു ഇടവരുത്തിയത് ശശി തരൂരിനെ പോലുള്ളവർ വന്നപ്പോഴാണ്. എന്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ ഇപ്പോൾ AICC അധ്യക്ഷനായിട്ട് നിൽക്കുന്നു? ശശി തരൂർ അന്ന് ശക്തമായി വാദിച്ചത് കൊണ്ടാണ്. അന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു ശശി തരൂരിന്. ഗാന്ധി കുടുംബത്തിൽ അധിഷ്ഠിതമല്ല ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടി എന്ന് ഉറച്ചു പറയാൻ ശശി തരൂർ കാണിച്ച ആർജവം. അങ്ങനെ പല മാറ്റങ്ങൾക്കും വഴി തുറന്നത് ശശി തരൂരാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതും ഒരു രാഷ്ട്രീയ പക്വതയാണ് കാണുന്നത്. അതായത് നമ്മൾ കീഴ്വഴക്കം, നമ്മളിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് മോദിയെ തെറി വിളിക്കുക, CPM ആയതുകൊണ്ട് നമ്മൾ മോദിയെ തെറി വിളിക്കുക, അതുപോലെ തന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് പിണറായി തെറി വിളിക്കുക എന്നൊന്നുമില്ല. ഒരാൾ നല്ലത് ചെയ്താൽ നല്ലത് പറയുക. നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ഇതിനകത്ത്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മത്സരം, ഒരു ക്രിക്കറ്റ് മത്സരമോ അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എതിരാളികൾ ജയിക്കുകയാണെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്, കെട്ടിപ്പിടിക്കും. അങ്ങനെ അവർ ആ മത്സരത്തിൽ മാത്രമേ അവർ ആ ഒരു വൈര്യം കാണിക്കുകയുള്ളൂ. ഇവിടെയും അതാണ് വേണ്ടത്. ഇലക്ഷൻ വരുമ്പോൾ കാണിക്കട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ കാണിക്കട്ടെ, മറ്റ് നിലപാടുകൾ വരുമ്പോഴത്തേക്കും ഒരു വൈര്യം കാണിക്കട്ടെ. പക്ഷേ രാജ്യത്തിന്റെ പേരിൽ ഒരിക്കലും ഒരു വൈര്യം കാണിക്കാൻ പാടില്ല. അവിടെ ഒരുപോലെ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. ശശി തരൂരിനെ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2007 ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത്രയും ഏറെ വർഷമായിട്ടും അദ്ദേഹം കൃത്യമായൊരു നിലപാടിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹം അനാവശ്യമായിട്ട് രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടില്ല. മാത്രമല്ല എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേടിച്ച് നമ്മൾ അതിനടിമപ്പെട്ട് നമ്മളൊരു നിലപാട് പറയാതിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും തമ്മിലുള്ള വിശാലതയെ നമ്മൾ അളക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കാൻ, അതായത് പല നേതാക്കൾക്കും പലതും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇതിനകത്ത് ജോൺ ബ്രിട്ടാസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങൾക്കിടയിലും നമ്മൾക്കിടയിലും ഇപ്പോഴും ചർച്ച, ഒരു വാർത്താ താരമായിട്ട് നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ അറിയുന്നത് ഇവിടുത്തെ ഈ മോദി സ്തുതിയെ കുറിച്ചൊന്നുമല്ല. അദ്ദേഹം കൃത്യമായി ഇന്ത്യയുടെ നിലപാട് പറയുന്നതിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂരിനെ പോലുള്ള ആളെ നമ്മൾ വിട്ടുകളയും. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ നമുക്ക് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ എത്രയോ പേര് അതിനകത്ത് സർവകക്ഷി സംഘത്തിൽ കൂടെ പോയി, അതിൽ എത്ര പേരുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നു. അതൊക്കെ തന്നെയാണ് ശശി തരൂരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യസ്തരായ ഒരാളെ വിട്ടുകളയുകയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ.